ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആർ ജെ സ്റ്റോറീസ്. അപ്പോൾ ഔസേപ്പിൻ്റെ ഒസ്യത്ത് കണ്ടിട്ട് വരുന്ന വഴിയാണ്. ഈ സിനിമയുടെ ഡയറക്ഷൻ ശരത് ചന്ദ്രൻ ആർ ജെ, പുതിയ ആളാണ്. അതുപോലെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ഫസൽ ഹസൻ, പുള്ളിയും പുതിയ ആളാണ്. ഫസ്റ്റ് സിനിമയാണ് ഇവർ രണ്ടുപേരുടെയും. അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്ത് കൊടുക്കുന്ന അക്ഷയ് മേനോൻ, പുള്ളിയും പുതിയ മ്യൂസീഷ്യനാണ്. അപ്പോൾ പുള്ളി ഇതിനു മുന്നേ ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഹിന്ദി മൂവീസൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. മലയാളം മൂവി ഫസ്റ്റ് ടൈമാണ് ഈ അക്ഷയ് മേനൻ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യുന്നത്. അപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പറയുന്ന സിനിമ ഒരു ഇമോഷണൽ ഫാമിലി ഡ്രാമയാണ്. സിനിമ ഹൈ റേഞ്ച് മേഖലയിൽ വലിയ തോട്ടം എസ്റ്റേറ്റ് ഓണേഴ്സായ ഫാമിലിയുടെ ഉള്ളിൽ നടക്കുന്ന ഇമോഷണൽ ക്രൈം ഡ്രാമ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്, ശരിക്കും ഈ സിനിമയിലെ കേന്ദ്ര കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് വിജയരാഘവനല്ല. എല്ലാവരും പോസ്റ്ററും ഇതൊക്കെ കാണുമ്പോൾ വിജയരാഘവനാണ് ശരിക്കും മെയിൻ ക്യാരക്ടർ എന്ന് വരും. ശരിക്കും മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് കലാഭവൻ ഷാജോണും ദിലീഷ് പോത്തനാണ്. ഇവർ തമ്മിലുള്ള സീനുകളാണ് ഈ സിനിമയിൽ ഏറ്റവും കൂടുതലുള്ളതും. ഇവർ തമ്മിലുള്ള ഇമോഷൻസും കാര്യങ്ങളാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. വിജയരാഘവനും ഒരു കേന്ദ്ര കഥാപാത്രമാണ്, പക്ഷെ കൂടുതലും ഈ സിനിമയിൽ കലാഭവൻ ഷാജോണിൻ്റെയും ദിലീഷ് പോത്തൻ്റെയും സീനുകളും അവർ തമ്മിലുള്ള ബ്രദേഴ്സാണ് അവർ സിനിമയിൽ. അവർ തമ്മിലുള്ള ബോണ്ടിങ്ങും ഇമോഷൻസും ആണ് ഈ സിനിമയിൽ കൂടുതൽ കാണിക്കുന്നത്. അതുപോലെ ഈ സിനിമയിൽ ലെന അഭിനയിച്ചിട്ടുണ്ട് ദിലീഷ് പോത്തൻ്റെ ഭാര്യയായിട്ട്. കലാഭവൻ ഷാജോൻ്റെ വൈഫായിട്ടുള്ള അഭിനയിക്കുന്ന പുതിയ ആളാണ്. പിന്നെ കനി കുസൃതി ഈ സിനിമയിൽ വരുന്നുണ്ട്, ഒരു പോലീസ് ഓഫീസറായിട്ട് ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ സെറിൻ ഷിഹാബ് അഭിനയിച്ചിട്ടുണ്ട്. സെറിൻ ഷിഹാബിനെ അറിയാലോ, നല്ല ആക്ട്രസ്സാണ് പുള്ളിക്കാരി. രേഖാചിത്രത്തിൽ അഭിനയിച്ച, അതുപോലെ ആട്ടം സിനിമയിൽ കേന്ദ്ര കഥാപാത്രം അഭിനയിച്ചത് സെറിൻ ഷിഹാബാണ്. അപ്പോൾ ഈ സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ ഒരു ഹൈ റേഞ്ച് മേഖലയിൽ നടക്കുന്ന കഥയായതുകൊണ്ട് തന്നെ ഈ സിനിമ വളരെ ഒരു സ്ലോ പേസാണ്. ഈ സിനിമ ഒരു തണുത്ത മൂഡിലാണ് സിനിമ പോവുക. നമുക്ക് ആ ഒരു തിയേറ്ററിൽ ഇരിക്കുമ്പോൾ ശരിക്കും ഒരു ഹൈ റേഞ്ചിൽ ഒരു ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഒരു ഹൈ റേഞ്ചിൽ പോയ ഒരു ഫീലാണ് നമുക്ക് ഇരിക്കുക. പക്ഷെ പടം ഭയങ്കര സ്ലോ ആയിട്ടാണ് പോകുന്നത്. പക്ഷെ നമുക്ക് ആ പടത്തിൻ്റെ ആ ഒരു സ്ലോ പേസ് നമുക്ക് ഫീൽ ചെയ്യാത്ത രീതിയിലാണ് ചിത്രീകരിച്ചിരുന്നത്. പടം ഈ പുതിയ സംവിധായകനാണെങ്കിൽ പോലും പുള്ളി വളരെ നന്നായിട്ടാണ് സിനിമ ചെയ്തത്. അപ്പോൾ ഈ സിനിമ തിയേറ്റർ വാച്ചബിൾ സിനിമ തന്നെയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ഈ സിനിമ വളരെ ഇമോഷണലി ആണ് ഈ സിനിമ ക്ലൈമാക്സ്. ഈ സിനിമയുടെ ക്ലൈമാക്സ് വളരെ ഇമോഷണലി ആണ് അവസാനിക്കുന്നത്. അത് ബ്രദർഹുഡ് എന്ന് പറയുമ്പോൾ ബ്രദേഴ്സ് തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങിൻ്റെ ഭയങ്കര ഒരു ഇമോഷണൽ രീതിയിലാണ് ഈ ലാസ്റ്റ് കാണിക്കുന്നത്. ഈ സിനിമയിൽ ബ്രദറിനോടുള്ള സ്നേഹം, ആ ഒരു കാര്യങ്ങൾ, ഫാമിലിയോടുള്ള സ്നേഹം, ഒരു മൂത്ത ചേട്ടൻ ഒരു ഫാമിലി എങ്ങനെയാണോ ആയിരിക്കുക, ആ ഒരു സംഭവമാണ് ഈ സിനിമയിൽ ക്ലൈമാക്സിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. വളരെ മികച്ച സിനിമയാണ്. സ്ലോ പേസ് ആണെങ്കിലും ഇങ്ങനെയുള്ളൊരു സ്ലോ പേസിൽ വരുന്ന ഫാമിലി ഡ്രാമ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. താങ്ക് യു.